സെക്സിന് ശേഷം ഏറ്റവും ആദ്യം തിരിഞ്ഞു കിടന്ന് സുഖമായിട്ട് ഉറങ്ങുന്നത് പലപ്പോഴും പുരുഷന്മാരാണ്. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ച് സെക്സിന് ശേഷം ഉറങ്ങുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ് അതിന് കാരണം? നമസ്കാരം, എൻ്റെ പേര് സംഗീത് സെബാസ്റ്റ്യൻ. ഞാനൊരു സെക്ഷുവാലിറ്റി റൈറ്ററും സെക്സ് എഡ്യൂക്കേറ്ററുമാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഈ സെക്സും ഉറക്കവും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണല്ലേ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ. ഈ ലൈംഗിക പ്രശ്നങ്ങളെന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഭൂരിഭാഗം പ്രശ്നങ്ങളും, അതായത് ഏകദേശം 80 മുതൽ 90% വരെയുള്ള പ്രശ്നങ്ങളും ഒരു ഡോക്ടറിൻ്റെ അടുക്ക പോയി മരുന്ന് കഴിച്ച് ചികിത്സിച്ച് ഭേദമാക്കേണ്ട രോഗമൊന്നുമല്ല. അതുണ്ടാകുന്ന പ്രധാനമായിട്ടും നമുക്ക് സെക്സിലുള്ള അറിവില്ലായ്മയും അജ്ഞതയും നമ്മളുടെ കൾച്ചറും മതവിശ്വാസവും ഒക്കെ സെക്സിനെ പറ്റിയും ജെൻഡറിനെ പറ്റിയും ഒക്കെ ഉണ്ടാക്കിയ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കഥകളുടെ സ്വാധീനത്തിൽ നിന്നുമാണ്. നിങ്ങളുടെ ലൈംഗികതയ്ക്ക് എങ്ങനെ നിങ്ങളുടെ വ്യക്തിത്വത്തെയും ആത്മവിശ്വാസത്തെയൊക്കെ മാറ്റിമറിക്കാനുള്ള ഒരു ശക്തിയുണ്ട് എന്നതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മളുടെ ശരീരവും മനസ്സും ഒരുപോലെ പങ്കുവഹിക്കുന്ന രണ്ട് പ്രവൃത്തികളാണ് ഈ സെക്സും ഉറക്കവും എന്ന് പറയുന്നത്. ഇത് രണ്ടും ആ വ്യക്തിയുടെ മാനസിക ആരോഗ്യത്തിലും സന്തോഷത്തിലുമൊക്കെ വളരെ വലിയ പങ്കും വഹിക്കുന്നുണ്ട്. എന്നാൽ ഈ സെക്സും ഉറക്കവും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി ഇന്നും വളരെ കുറച്ച് ഗവേഷണങ്ങളും പഠനങ്ങളും മാത്രമേ നടത്തിയിട്ടുള്ളൂ. ഇതിൻ്റെ ഒരു കാരണം മറ്റ് മേഖലകൾ പോലെ, അതായത് പുകവലിയും ക്യാൻസറും തമ്മിലുള്ള ബന്ധത്തെ പോലെയോ അല്ലെങ്കിൽ അമിതവണ്ണവും ഹൃദ്രോഗവും തമ്മിലുള്ള ബന്ധത്തെ പോലെയോ വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന ഒരു വിഷയമല്ല ഈ സെക്സ് എന്ന് പറയുന്നത്. സെക്സ് എന്ന് പറയുന്നത് ആളുകൾ അവരുടെ സ്വകാര്യതയിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദശകങ്ങളിൽ നടന്ന പഠനങ്ങളിൽ നിന്ന് നമുക്ക് ഈ സെക്സും ഉറക്കവും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഈ സെക്സിൽ റിസർച്ച് ചെയ്യുന്ന ഗവേഷകരെന്ന് പറയുന്ന ഒരു കാര്യം, ഈ സെക്സ് എന്ന് പറയുന്ന വളരെ നല്ല ഒരു ഉറക്ക ഗുളികയാണ് എന്നുള്ളതാണ്. അതായത് പാർട്ട്ണർ സെക്സ് ആയാലും സ്വയംഭോഗമായാലും അത് നിങ്ങളുടെ സുഖനിദ്രയ്ക്ക് വളരെയധികം സഹായിക്കുമെന്നാണ് അവർ പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മൾ സെക്സിൽ അല്ലെങ്കിൽ സ്വയംഭോഗത്തിൽ ഏർപ്പെടുമ്പോൾ അതിൻ്റെ പൂർണ്ണതയിൽ ഉണ്ടാകുന്ന ആ ഒരു ഓർഗാസം അല്ലെങ്കിൽ രതിമൂർച്ചയുടെ റിലീസിലുണ്ടാകുന്ന ആ ഒരു ന്യൂറോ കെമിക്കൽസിൻ്റെ സ്വാധീനത്തിൽ നിന്നുമാണ്. ഈ ന്യൂറോ കെമിക്കൽസ് എന്ന് പറയുന്ന വസ്തുക്കളാണ് നമ്മളെ വളരെ വേഗത്തിൽ റിലാക്സ് ചെയ്യുവാനും ഉറങ്ങുവാനും ഒക്കെ സഹായിക്കുന്നത്. ഈ ഓർഗാസത്തിലൂടെ അല്ലെങ്കിൽ രതിമൂർച്ചയിലൂടെ റിലീസ് ചെയ്യപ്പെടുന്ന ഒരു പറ്റം ന്യൂറോ കെമിക്കൽസ് ആണ് ഈ ഓക്സിറ്റോസിൻ, എൻഡോർഫിൻ, സെറോട്ടോണിൻ എന്നൊക്കെ പറയുന്ന ന്യൂറോ കെമിക്കൽസ്. പക്ഷേ എന്തുകൊണ്ടാണ് പുരുഷന്മാർക്ക് മാത്രം സെക്സിന് ശേഷം പലപ്പോഴും ഉറങ്ങാൻ പറ്റുന്നതും സ്ത്രീകൾക്ക് ഉറങ്ങാൻ പറ്റാത്തതും? ഇതിൻ്റെ ഒരു പ്രധാന കാരണം പുരുഷന്മാരെ അപേക്ഷിച്ച് പാർട്ട്ണർ സെക്സിലൂടെ മാത്രം രതിമൂർച്ചയിലെത്താൻ കഴിവുള്ള സ്ത്രീകളുടെ എണ്ണം താരതമ്യേന വളരെ കുറവാണ്. അതായത് ഈ രതിമൂർച്ചയിലുള്ള ആ അന്തരം, ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഈ ഓർഗാസം ഗ്യാപ്പ്, അത് നികത്താൻ പറ്റുകയാണെങ്കിൽ തന്നെ വളരെയധികം സ്ത്രീകൾക്ക് സെക്സിന് ശേഷം എളുപ്പത്തിൽ ഉറങ്ങുവാൻ സാധിക്കും. ജേർണൽ ഓഫ് സെക്ഷൽ മെഡിസിൻ പബ്ലിഷ് ചെയ്ത ഒരു പഠനപ്രകാരം വിമൻ ഹു സ്ലെപ്റ്റ് ബെറ്റർ എക്സ്പീരിയൻസ്ഡ് എ 14% ഇൻക്രീസ് ഇൻ സെക്ഷൽ ഡിസയർ. അതായത് സുഖമായി ഉറങ്ങാൻ പറ്റുന്ന സ്ത്രീകളുടെ ലൈംഗിക താല്പര്യത്തിൽ 14% വർധനവുണ്ടായതായിട്ടാണ് പഠനം കണ്ടെത്തിയത്. സ്ത്രീകളുമായിട്ട് മികച്ച ഒരു ലൈംഗിക ബന്ധം പുലർത്താൻ ആഗ്രഹിക്കുന്ന പുരുഷന്മാർക്ക് അവരെ എങ്ങനെ രതിമൂർച്ചയിൽ എത്തിക്കാം എന്നതിനെ പറ്റിയും കൂടെ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. സ്ത്രീകൾക്ക് എങ്ങനെ രതിമൂർച്ചയിൽ എത്താം എന്നതിനെപ്പറ്റി ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ള എനിക്ക് നിങ്ങളോട് ഇന്ന് ഉറക്കവും സെക്സും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി സംസാരിക്കാനുള്ളത്. ഈ വീഡിയോ ഞാൻ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരും അത് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഏതെങ്കിലും പുതിയ വിഷയത്തെപ്പറ്റി ഞാൻ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യുക, തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ അണ്ടിൽ നെക്സ്റ്റ് ടൈം, ദിസ് ഇസ് സംഗീത് സെബാസ്റ്റ്യൻ സൈനിങ് ഓഫ് ഫോർ വിവോക്സ്. ജസ്റ്റ് സെക്സ്, നോ ഷെയിം.